ഞങ്ങളെ RCCയിലേക്ക് വിട്ടു. RCC ഇപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, അമ്മേ ഈ അസുഖത്തിൻ്റെ സീരിയസ് മനസ്സിലാക്കണം, ഞങ്ങൾ ഈ ഡോക്ടേഴ്സ്മാർക്ക് ഞങ്ങൾക്ക് നേരെ നിങ്ങളോട് ഇത് തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പിടിച്ചടുത്തിരുത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇന്ന കുഴപ്പങ്ങൾ ഈ അസുഖത്തിനുണ്ട്, ഈ അസുഖം വന്നവരാരും അധികം ജീവിച്ചിരുന്നിട്ടില്ല, അപ്പോൾ ഞങ്ങൾ സർജറി ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ സർജറി ചെയ്യും, പക്ഷെ നിങ്ങൾ ഗ്യാരണ്ടി ഒന്നും ഈ കാര്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്ന് ബയോപ്സിയുടെ റിസൾട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു സർജറി ചെയ്യാൻ. അവിടെയും അത് തന്നെ പറഞ്ഞ് സർജറി ചെയ്യാൻ പറ്റില്ല, നമുക്ക് റേഡിയേഷനും കീമോയിലും കൂടി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 33 റേഡിയേഷനും 95 കീമോ ഒരു വയലും ബാക്കിയെല്ലാം ടാബ്ലറ്റുമായിട്ടാണ് കുഞ്ഞിന് കൊടുത്തത്. അപ്പം ഏകദേശം അവൾക്ക് ഇത്രയും ഭാഗം തന്നെ മുടിയുണ്ടായിരുന്നു. അപ്പം ഈ കുഞ്ഞിനെ അവിടെ മുട്ടയടിച്ചിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവളെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് മുടിയായിരുന്നു. അപ്പോൾ ഈ ബാർബർ ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചപ്പോൾ അയാൾക്കും വെട്ടാനൊരു സങ്കടം. അയാളിങ്ങനെ പിന്നി മെടഞ്ഞിട്ട മുടിയെ അറുത്ത് ഫുള്ളായിട്ട് എടുത്തിട്ട് പിന്നെ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവളുടെ മുടി പോയപ്പോൾ അവളുടെ ഏറ്റവും സങ്കടം, അവൾ കരഞ്ഞത് തന്നെ അവളുടെ മുടി പോയതിലായിരുന്നു ഏറ്റവും കൂടുതൽ. ഇത്രയും കീമോയും റേഡിയേഷനൊക്കെ എടുത്തെങ്കിലും അവൾക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു ഈ മുടി മുറിച്ച് മാറ്റുക എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ പല സ്ഥലത്തും പോയപ്പം പറഞ്ഞു, ഇനി ഈ കുഞ്ഞ് ഇരിക്കത്തില്ല, നിങ്ങൾക്ക് കിട്ടത്തില്ല, കോമയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണോ നിങ്ങൾക്ക് ആവശ്യം. എല്ലാവരും മനസ്സ് എത്രത്തോളം നമ്മളെ മരവിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെയൊക്കെ സംസാരം.